DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 1 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തേക്ക് പ്രത്യേക മുന്നറിയിപ്പില്ല. എന്നാൽ സെപ്റ്റംബർ 3 മുതൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും വ്യാഴാഴ്ച തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കാനും പുതുതായി അപേക്ഷിക്കാനുമുള്ള ഫോട്ടോ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ, അതായത് ഇന്ന് മുതൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ പുതിയ നിയമങ്ങൾക്കനുസരിച്ചുള്ള ഫോട്ടോകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സർക്കുലറിനെ തുടർന്നാണ് ഈ പുതിയ നിർദ്ദേശം. പുതിയ നിയമങ്ങൾ പ്രവാസികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പമാക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അടുത്ത അറിയിപ്പ്, ഒരു ചെക്ക് ബാങ്കിൽ ക്ലിയർ ചെയ്യാൻ കൊടുത്താൽ പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസത്തേക്കുമൊക്കെ നീങ്ങുന്നത് പലരെയും അലോസരപ്പെടുത്തിയിരുന്നു. ചെക്ക് ക്ലിയറിങ്ങിന് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് RBI. ബാങ്കിൽ ഏൽപ്പിക്കുന്ന ചെക്ക് അന്നേ ദിവസം വൈകിട്ട് 7 മുൻപ് ക്ലിയർ ചെയ്തിരിക്കണം. ഇതാണ് RBIയുടെ നിർദ്ദേശം. ഒക്ടോബർ 4 മുതലാണ് ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരിക. ഒക്ടോബർ 4 മുതൽ ചെക്ക് ക്ലിയറൻസ് രീതി മാറും. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെക്ക് അതേപടി അയക്കുന്ന സമ്പ്രദായം അവസാനിക്കും. പകരം ചെക്കിന്റെ ഡിജിറ്റൽ ഇമേജ് ആയിരിക്കും ഒപ്പം മറ്റു വിവരങ്ങളും ചേർത്ത് കൈമാറുക. ഇരു ബാങ്കുകളും ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതായത് അന്നേ ദിവസം തന്നെ ചെക്ക് പാസ്സാകും. അല്ലെങ്കിൽ മടങ്ങിയെന്ന അറിയിപ്പ് ഇടപാടുകാരന് ലഭിക്കും. ഇതോടെ ദിവസങ്ങളുടെ കാത്തിരിപ്പ് ഒഴിവാകുകയും ചെയ്യും. 2 ഘട്ടങ്ങളായാണ് പുതുക്കിയ ചെക്ക് ക്ലിയറിംഗ് രീതി ബാങ്കുകൾ നടപ്പാക്കുക. ഒന്നാമത്തേത് ഒക്ടോബർ 4 ആരംഭിക്കുന്നതും മറ്റൊന്ന് 2026 ജനുവരിയിൽ ആരംഭിക്കുന്നതുമാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡുകളിൽ എത്തിയിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 77,000 രൂപ കടന്നു. 680 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ പവന്റെ വില 77,640 രൂപയായി ഉയർന്നു. 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,000 രൂപയ്ക്ക് അടുത്തെത്തി. 9,705 രൂപയാണ് ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത്. ഇതോടെ വിവാഹ വിപണിയിൽ വൻ ആശങ്കയാണ് സ്വർണ്ണവില സൃഷ്ടിക്കുന്നത്. അടുത്തറിയിപ്പ്, ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. 2025 സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ, അതായത് സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 31 ഞായറാഴ്ച പ്രവൃത്തി ദിവസമാക്കിയതിന് പകരമായി സെപ്റ്റംബർ 6 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടറിലെ മണ്ണെണ്ണ വിതരണം തുടരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.